നല്ല ഹെവി ആയുള്ളൊരു പാർട്ടി വെയർ കളക്ഷൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ടൈപ്പ് ഓഫ് വർക്ക് നമുക്ക് വളരെ ഫെമിലിയർ ആയിരിക്കും. പല ഫാബ്രിക്സിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊരു പ്രീമിയം ഇതുണ്ട്, ചെറിയ ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു ഷിമ്മർ ബേസ് ആയിട്ടുള്ള, അതായത് സിൽക്ക് ബേസ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കിലാണ് നമ്മൾ ഇത്തവണ കൊണ്ടുവന്നിരിക്കുന്നത്. താഴെഭാഗമാണ് ഇതിൽ മെയിൻലി, യോക്കല്ല, താഴെഭാഗത്താണ് ഈ ഹെവി ആയിട്ടുള്ള കട്ട് വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പീസ്റ്റൽ ടോൺസ് ആണ് ഫുള്ളും ഇൻക്ലൂഡ് ചെയ്തേക്കുക. സോ ഇതുണ്ടോ, ഇതിന് ഒരു അതായത് സിൽക്ക് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്കുകളാണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടുണ്ടോ, ചെറിയ ടൈപ്പ് ഓഫ് ഒരു ക്രഷ്നസ് കണ്ടില്ലേ, ഇത് ഡിഫറെൻ്റ് ആണ്, പുതിയ ഫാബ്രിക് ആണ് ഇതൊക്കെ. അപ്പം ഇതെല്ലാം സിൽക്ക് വേരിയൻസ് എന്നാണ് ഡീലേഴ്സും പറയുന്നത്. അങ്ങനെ ഒരു പ്രത്യേക പേരൊന്നും പറയുന്നില്ല, ഒരുപാട് വേരിയൻസ് ഇറങ്ങുന്നുണ്ട്. വളരെ പ്രീമിയമാണ്, ഒത്തിരി റഫായിട്ട് യൂസ് ചെയ്യാനുള്ളത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റൈൽസ് കണ്ടത്, അതിൽ കുറച്ചും കൂടെ ക്രഷ്നസ് കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അത്രയും ക്രഷ്നസ് ഇതിൽ വന്നിട്ടില്ല. ഭയങ്കര ലൈറ്റായിട്ട് ഇങ്ങനെ ഷെയ്ഡ്സ് ഡയമണ്ട് ബോർഡർ ഇങ്ങനെ വരും. ദുപ്പട്ടയിൽ വന്നിരിക്കുന്നു. അതായത് ഓവർ വർക്ക് ഇല്ലാതെ നല്ലൊരു പ്രീമിയം ലുക്കിൽ നിൽക്കണമെങ്കിൽ എപ്പോഴും ആൾക്കാർ സെലക്ട് ചെയ്യുന്ന ഇങ്ങനത്തെ ഐറ്റംസ് ആയിരിക്കും. ഇങ്ങനെയാണ് എൻ്റെ ദുപ്പട്ടയും ഓവറോൾ ലുക്കും വരുന്നുണ്ടല്ലേ. ഭയങ്കര പ്രീമിയം ലുക്കാണ്. ദുപ്പട്ടയാണെങ്കിലും കണ്ടില്ല, നല്ല ഒതുങ്ങി കിടക്കും, വളരെ പ്രീമിയം ആൻഡ് നല്ല കളർ ചാർട്ടാണ്. അപ്പം പ്രീമിയം ആയിട്ടുള്ള, സിമ്പിൾ ആയിരിക്കണം എന്നാൽ ഭയങ്കര പ്രീമിയം ലുക്ക് വേണം എന്നുള്ളവരൊക്കെ കൂടുതലും സെലക്ട് ചെയ്യുന്ന പാറ്റേൺ ആണ് ഇതൊക്കെ വന്നിരിക്കുന്നത്. ആൻഡ് കളേഴ്സും വളരെ റിച്ച് ആണ്. സോ അപ്പം വീഡിയോയിൽ കുറച്ചുകൂടെ ഒരു യെല്ലോ ഹൈലൈഷൻ കാണും. നേരിട്ട് വരുമ്പോൾ അത്രയും യെല്ലോ ഹൈലൈഷൻ അങ്ങനെ കാണാൻ മാത്രമില്ല. യെല്ലോയുടെയും ഒരു ചെറിയ ചിക്കുവിൻ്റെയും ഒരു ആൻറ്റിക്കിൻ്റെയും ബ്ലെൻഡാണ്. എന്നാൽ യെല്ലോ അങ്ങനെ ഹൈലൈറ്റഡ് അല്ല. നേരിട്ട് കാണുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ലുക്ക്. ഒരു അൺഈവൻ ഇതുണ്ടോ, എൻ്റെ സ്കാലപ്പ് ഒക്കെ കണ്ടോ, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. നെക്സ്റ്റ് ബോർഡർ കട്ട് വർക്ക് ഡിസൈൻ ആണ് ചെയ്തേക്കുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഷെയ്ഡ്സ്. 1495 പ്രൈസ്. ഇതാണ് അടുത്ത ഷെയ്ഡ് വന്നിരിക്കുന്നത്. എല്ലാം ഡിഫറെൻ്റ് ആണ്. ആൻഡ് ചെറിയ ഷൈനിങ് ഒക്കെ നിങ്ങൾക്ക് വീഡിയോയിൽ ചെറിയതായിട്ട് കാണാതിരിക്കും, നേരിട്ട് കാണുമ്പോൾ കുറച്ചും കൂടെ ഉണ്ട്. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ഇതൊക്കെ എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് നിൽക്കുന്ന ഫാബ്രിക്സുകളാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, ഒതുങ്ങിക്കിടക്കും. ഇങ്ങനെ ഒരു ഡിസ്കംഫോർട്ടും നമുക്ക് ഫീൽ ചെയ്യല്ലേ ഈ ഒരു ഫാബ്രിക്കോ അല്ലെങ്കിൽ ദുപ്പട്ടയോ ഒന്നും. അതായത് സിമ്പിളായിട്ട് കിടക്കും, എന്നാൽ നല്ലൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ലുക്കും ആൻഡ് കളർ ഷെയ്ഡ്സും ഭയങ്കര പ്രീമിയം ലുക്ക് കിട്ടുന്ന പോലത്തെ കളർ ഷെയ്ഡ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തേക്കുക. ടോപ്പിന്റെ ദാമനാണ് ഹെവി, ബാക്കി പോർഷൻസിൽ ചെറിയ വർക്ക്സ് സ്പ്രെഡ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ സെക്കൻഡ് ലാസ്റ്റ് കളർ വന്നിരിക്കുന്ന ഒരു ഗ്രീൻ ബേസ് ആയിട്ടുള്ള, എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇങ്ങനെ ഗ്രീൻ എന്നോ അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു ബ്ലൂ എന്നൊക്കെ പറഞ്ഞാലും ഇത് ആ കളേഴ്സ് അല്ല ഹൈലൈറ്റഡ് വരുന്നത്. ഇപ്പം നേരിട്ട് കാണുമ്പോഴും അത്രയും ഗ്രീൻ ഹൈലൈറ്റഡ് അല്ല. ഈ ഫാബ്രിക് ആണ് നമ്മൾ പെട്ടെന്ന് ഒന്ന് നോട്ടീസ് ചെയ്യുക. 1495 ആണ് പ്രൈസ്. ബോട്ടം സാൻഡൂൺ ഫാബ്രിക്കിലാണ്. സോ ഇതാണ് ലാസ്റ്റ് വൺ വന്നിരിക്കുന്നത്. ഇത് ഫാബ്രിക്കിൽ ഇതിൽ ഈ കളറിൽ ചെറിയ ചേഞ്ച് ഉണ്ട്. നിങ്ങൾക്ക് ദുപ്പട്ടയും ടോപ്പും കാണുമ്പോൾ മനസ്സിലാവും. ഇത് എക്സാക്ട് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു സിൽക്ക് ഫാബ്രിക്കും, മറ്റേത് കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് ഒതുങ്ങി കിടക്കും. ഇത് നോർമൽ നമ്മുടെ സിൽക്കൊക്കെ പോലെ തന്നെ കിടക്കുന്ന ഒരു ഫാബ്രിക്കാണ്. വർക്ക് പാറ്റേൺ സെയിം, റേറ്റും സെയിം ആണ്. ഇത് ഈ ഒരു കളറിൽ മാത്രമാണ് ഇങ്ങനെ വന്നേക്കുക. അപ്പം ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ, നല്ല ലൈറ്റും ആൻഡ് വളരെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന കളർ ചാർട്ടാണ് ഇതിൽ ചെയ്തേക്കുക. ആൻഡ് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഫാബ്രിക്സ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. എല്ലാം പ്രീമിയം ആണ്. Thank you.